നമസ്കാരം പ്രശാന്തേ. ഇന്ന് മെയ് 18 യുദ്ധം തുടങ്ങുകയാണെന്നൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ഒരുപാട് വിമർശനങ്ങൾ. സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി പേർ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നടേശൻ മുതലാളി, വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്നത് നടേശൻ മുതലാളി എന്നാണ്. അദ്ദേഹത്തിന് അതും വളരെ ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. അതെ, വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിലൊരു മുഖപ്രസംഗം എഴുതി കഴിഞ്ഞ ദിവസം. മലബാർ കലാപവും മാറാടും ഞങ്ങൾ മറക്കില്ല. അദ്ദേഹം ഒരാളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ആരാന്നറിയാവോ? കാരണം പഴയ ചരിത്രത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട്, അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമാണത്രേ ഇപ്പോൾ ലീഗിൻ്റെ മുഖ്യ ശത്രുക്കൾ. മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് മധുരം പുരട്ടി മതവിദ്വേഷം പ്രചരിപ്പിക്കുകയുമാണ് ലീഗ്. മതമാണ് 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 തങ്ങളുടെ പ്രശ്നമെന്നും 9 വർഷത്തെ നഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുക്കുമെന്നും പ്രസംഗിച്ചു കിടന്ന KM ഷാജിയെപ്പോലെ വർഗീയ വിഷം ചീന്തുന്ന നേതാക്കളുള്ള ലീഗ്. പിന്നൊന്നുകൂടി പറഞ്ഞു, ഹിന്ദുക്കളെ കൊന്നു തള്ളിയ മലബാർ കലാപത്തിൻ്റെ നാട്ടിലാണ് മുസ്ലിം ലീഗ് വളർന്ന് പന്തലിച്ചതെന്ന് ഓർക്കണം. അന്ന് അവിടെ നടന്ന കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റി തന്ത്രമെന്നും ഇനി വില പോകില്ല. ഇനി അപ്പം അതിനാരോ കോപ്പ് കൂട്ടുന്നുണ്ടെന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. മാറാട് കലാപവും കേരളം മറന്നിട്ടില്ല. പിന്നെ ആ കലാപത്തിൻ്റെ പിന്നിലെ കൈകൾ ആരുടേതാണെന്ന് ഞങ്ങൾക്ക്, അതായത് സുകുമാരൻ നായർക്കും തനിക്കുമെങ്കിലും വ്യക്തമായിട്ടറിയാം. പ്രശാന്ത്ജി, ഇതാണ് അദ്ദേഹത്തിന് ഒരുപാടുണ്ട്, വായിക്കാൻ നിന്നാൽ ഒരു അരമണിക്കൂർ. അതെ, നല്ല കാതലായ ഒരു എഴുത്താണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നത്തെ മുസ്ലിം കലാപവും ആ സ്വാതന്ത്ര്യ സമരം അതൊക്കെ അവിടെ നിൽക്കട്ടെ. മാറാട് ഒരു കൂട്ടക്കൊല നടന്നു. 8 അരേ സമാജത്തിലെ 8 പേർക്കാണെന്ന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. ആ 8 പേരും RSSകാരായിരുന്നു. RSSകാരായതുകൊണ്ട് തന്നെ ധീവരസഭയോ SNDPയോ NSSോ ആരും അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല. നമ്മളും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. 8 പേരുടെയും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇങ്ങനെ നിരനിരയായി, അതായത് RSS നേതൃത്വം ആ മൃതദേഹങ്ങൾ ഏറ്റെടുത്ത് യഥാവിധി സംസ്കരിച്ച്, അഭിമാനത്തോടെ സംസ്കരിച്ചു, കണ്ണീരോടെ. പക്ഷേ എന്നാൽ ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് ആരും ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം. അന്ന് ഉണ്ടായത് ഒരു പ്രത്യേകത താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. കൊല്ലപ്പെട്ടത് RSSകാരാണ്. അതെ, അന്ന് അവർ ഹിന്ദുക്കളാണ് എന്ന് പോലും എന്താ പറയുക, അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വരാൻ അന്നത്തെ ഈ പറഞ്ഞ സമുദായ സംഘടനകളൊന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. അവിടെയാണ് അതായത് SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, ധീവരസഭ തുടങ്ങി നൂറുകണക്കിന് ഹിന്ദു സമുദായ സംഘടനകളുണ്ട്. അതായത് നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആ അസംഖ്യം ജാതി സംഘടനകൾ കേരളത്തിലുണ്ട്. പക്ഷേ അന്ന് ഈ ജാതി സംഘടനകളൊന്നും ആ അരയ സമാജത്തിന് വേണ്ടി, അല്ലെങ്കിൽ അരയ സമാജത്തിൽ കൊല്ലപ്പെട്ട 8 പേർക്ക്, അവർ ഹിന്ദുക്കളായതുകൊണ്ട് RSSകാരായതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. കൃത്യമായി മത തീവ്രവാദമല്ല, ഒരു വംശഹത്യയുടെ ചുവ ഉള്ള ഒരു സംഭവമായിരുന്നു അത് എന്ന് പറഞ്ഞത് ഞാനല്ല, നമ്മളാരുമല്ല. ഈ മാറാട് കലാപം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഒരു വലിയ കലാപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തള്ളിവിടാനുള്ള ഗൂഢശ്രമം അവിടെ നടന്നു എന്ന് പറഞ്ഞത് മാറാട് ജുഡീഷ്യൽ കമ്മീഷനാണ്. പക്ഷേ അന്ന് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വസ്തുത, അന്ന് പേരിന് ഇങ്ങനെ ഇവരെല്ലാം മുമ്പിൽ വന്നു നിന്നു, അന്ന് പലരും മുമ്പിൽ വന്നു നിന്നു. അങ്ങനെ നിന്നതല്ലാതെ അന്നൊരു ഉറച്ച തീരുമാനം, അന്നൊരു ഉറച്ച പിന്തുണ, ഇന്ന് ഈ പറയുന്ന ആർജവമെങ്കിലും അന്ന് കാണിച്ചിരുന്നെങ്കിൽ, അന്ന് അവരാരും കാണിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ആർജവത്തിൻ്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹം ഇത്രയും കാലം പറയാതെ ഇന്ന് UDF സർക്കാർ അധികാരമേൽക്കുന്ന ഈ വേളയിൽ അദ്ദേഹം ഇത് പറയും. അതെ, ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് 2 ദിവസം മുമ്പ്, മെനങ്ങാന്നാണെന്ന് തോന്നുന്നു ഇത് വന്നത്, യോഗനാഥത്തിൽ പ്രസിദ്ധീകരിച്ച്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നോക്കൂ,
ഈ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതെ. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദവും ഭീഷണിയും ഒന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇവരൊക്കെ ലീഗിൻ്റെ അപകടം ഇവരിന്നാണോ തിരിച്ചറിഞ്ഞത്? ഈ ലീഗിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന വിധ്വംസക സ്വഭാവമുള്ള ആൾക്കാരെക്കുറിച്ച് ഇപ്പോഴാണോ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഈ പറഞ്ഞ സമുദായ സംഘടനാ നേതാക്കളൊക്കെ ഇപ്പോഴാണോ തിരിച്ചറിയുന്നത്? തിരിച്ചറിഞ്ഞത് പണ്ടേ തിരിച്ചറിഞ്ഞു. പക്ഷെ അത് പറയാനുള്ളൊരു പരസ്യമായി പറയാനുള്ള ഭീതി ഉണ്ടായിരുന്നു. പരസ്യമായി പറയാനുള്ള ഭീതി ഇന്ന് അവർക്ക് എവിടെ നിന്ന് ധൈര്യം വന്നു? അത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കിനി അന്വേഷിച്ച് കണ്ടെത്താം. അല്ല, ഇതിനകത്തെല്ലാം എനിക്ക് ഇവരോടൊക്കെ വിയോജിപ്പുണ്ട്. എന്താ കാര്യം എന്ന് പറയാം. പറയേണ്ട കാലത്ത്, എതിർക്കേണ്ട കാലത്ത് അതൊന്നും ചെയ്യാതിരുന്നിട്ട് സംഗതി എല്ലാം കൈവിട്ടു പോയി. ഇപ്പോൾ കിടന്ന് കൈകാലിട്ടടിച്ച് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ ഹിന്ദു ഏകീകരണം എന്നൊക്കെ പറയുന്ന സംഘടന ഹിന്ദു ഏകീകരണം ഇപ്പോൾ അവർക്ക് RSS വേണം, വെള്ളാപ്പള്ളിയെ. ഞാൻ അതിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് ചർച്ച RSSലേക്ക് കൊണ്ടുപോകണ്ട. നമുക്ക് ഇവരിൽ അവർക്ക് അത് തന്നെയാണ് തള്ളിപ്പറഞ്ഞവർ ഇന്ന് വേണം. അല്ല, അന്ന് തള്ളിപ്പറയുകയല്ല ചെയ്തത്, അന്ന് മൗനം പാലിക്കുകയാണ് ചെയ്തത്. അന്നിവർ എന്താ പറയുക, ഇങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ മാറാടൊരു ഇഷ്യൂ ഉണ്ടായി. അതിന് വലിയ മാനങ്ങളുണ്ട്. ആ ഇഷ്യൂവിൽ അന്ന് ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കുന്നതിന് RSSും BJPയും സംഘപരിവാറുമൊക്കെ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവരിലേക്ക് ചർച്ച പോകാതെ നമുക്ക് ഇപ്പുറത്ത് നിൽക്കാം. കാരണം അവരെ അനാവശ്യമായിട്ട് ഇതിനകത്ത് വലിച്ചഴക്കേണ്ട. കൊല്ലപ്പെട്ടത് 8 പേര്, 9 പേര് കൊല്ലപ്പെട്ടു, 8 പേര് RSS പ്രവർത്തകരാണ്. അല്ലെങ്കിൽ 8 പേരും ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു വെച്ചത്. അല്ല, ഒരാൾ ഇവരെ കൊല്ലാൻ വന്ന ഗ്രൂപ്പിലുള്ള ഒരാളാണ്. വെട്ട് മാറിക്കൊണ്ട് അതെ മാറി വെട്ടിയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഇതൊന്നും ചെയ്യാതെ, അതുപോലെ മലബാർ കലാപത്തിൻ്റെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സത്യത്തിൽ ഈ മലബാർ കലാപത്തെക്കുറിച്ച് വീണ്ടും ചർച്ചയായത് 2021 എൻ്റെ 100ാം വാർഷികം നടന്നു അല്ലേ? ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് കുമാരനാശാൻ, SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ. അത് ഈ വളരെ കൃത്യമായിട്ട് ഈ മലബാർ കലാപമെന്നല്ല പറയേണ്ടത്, ഏകപക്ഷീയമായ വംശഹത്യയാണെന്ന് നടന്നത്. അതിനെ പിന്നീട് സ്വാതന്ത്ര്യ സമരമാക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും ഒക്കെ മത്സരിച്ചു. കോൺഗ്രസിനേക്കാൾ കൂടുതൽ മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് അതിനെ കാർഷിക ലഹള എന്നാണ് വിളിച്ചത് പോലും. എന്നിട്ട് പിന്നീട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, കാർഷിക ലഹളയായി ആരംഭിച്ചു, പിന്നീട് അതൊരു മതവർഗീയ ലഹളയായി മാറി. അപ്പോഴും മതവർഗീയ ലഹള എന്നാണ്. അതെങ്ങനെയാണ് വർഗീയ ലഹളയാകുന്നത്? 2 മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് വർഗീയ ലഹളയാകുന്നത് അല്ലേ? ഇത് ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, പിന്നെ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണം പുറത്തെടുക്കുന്നു. ഇതെല്ലാം ഞാൻ പറയുന്നതല്ല, ദുരവസ്ഥ അടക്കമുള്ള കൃതികളിൽ കുമാരനാശാനെ പോലെയുള്ളവർ, അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞതാണ് ഇതെല്ലാം അല്ലേ? ഞാൻ അതിൻ്റെ ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ 21 ശേഷം ആണ് ഈ കുമാരനാശാൻ്റെ മരണം പോലും സംശയാസ്പദമാണെന്നുള്ള രീതിയിൽ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത്, അതിൽ അന്വേഷണം നടത്തി കൃത്യമായി തെളിവുകൾ കണ്ടെത്തി അത് ദുരൂഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. അന്ന് അതൊരു ബോട്ടപകടമായിട്ടാണ് അതിനെ കരുതുന്നത്. ആ ബോട്ടപകടത്തിൽ തന്നെ ദുരൂഹത ആരോപിച്ച് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യങ്ങൾ എഴുതിയിരുന്നു. പല മുതിർന്ന പത്രപ്രവർത്തകരുൾപ്പെടെയുള്ളവർ അന്നത്തെ അത് റിപ്പോർട്ട് ചെയ്ത, ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ വിശദാംശങ്ങളടക്കം, അന്നത്തെ വാർത്തകളുടെ വിശദാംശങ്ങളടക്കം വീണ്ടും അത് ചർച്ചയാക്കിയതാണ്. ബോട്ട് മുങ്ങി എന്നാണ് പറയുന്നത്. എങ്ങനെ മുങ്ങി, എന്തുകൊണ്ട് മുങ്ങി തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോഴും ഈ മലബാർ കലാപവും മാറാട് വംശഹത്യയും ഒക്കെ ഇപ്പോൾ വീണ്ടും എടുത്തു പറയുന്നതിൽ എത്ര ആത്മാർത്ഥതയുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു മോശം നേതാവാണെന്നോ
സുകുമാരൻ നായർ മോശക്കാരനാണെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഈ ഇവരൊക്കെ സമുദായ സംഘടനകളെ പ്രതിനിധീകരിച്ചാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അല്ലേ. ഈ സമുദായ സംഘടനകളും ഈ നേതാക്കളുമൊക്കെ ഇത്ര കാലവും ഈ അപകടങ്ങളൊന്നും അറിഞ്ഞില്ലേ? എത്രയോ കാലമായിട്ട് RSSും BJPയും ഹിന്ദു ഐക്യവേദിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇവരെ ബാധിച്ചപ്പോൾ, ഇവർക്കെതിരെ വന്നപ്പോൾ ഇവരെല്ലാ കാലവും വിചാരിച്ചിരുന്നത് ഞങ്ങൾ സേഫാണ്. അത് RSSകാരും മുസ്ലിം ലീഗും തമ്മിൽ തീർത്തോളും, BJPയും മുസ്ലിം ലീഗും തമ്മിൽ തീർത്തോളും എന്നാണ് ഇവർ കരുതിയിരുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ അവർക്കെതിരെയും, അതായത് തങ്ങളുടെ കാൽച്ചുവട്ടിൽ മണ്ണ് ഒലിച്ചു പോകുന്നു, അങ്ങനെ ഒലിച്ചു പോകുന്നു എന്ന് അവർക്ക് തോന്നിയത് എപ്പോഴാണ്? 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5ാം മന്ത്രി വിവാദമുണ്ടായപ്പോഴാണ്. ഈ 5ാം മന്ത്രി വിവാദം തൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിനു പകരം പണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് അവർ മുസ്ലിം ലീഗ് ഇതാ വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. സത്യത്തിൽ ഇതിൻ്റെ എല്ലാം പുറകിൽ രാഷ്ട്രീയമാണ്. ആത്മാർത്ഥമായ സമുദായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശൻ പല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറഞ്ഞയാളാണ്. ഞാനത് യോജിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ അക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. പല അപ്രിയ സത്യങ്ങളും. നോക്കൂ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ഒരു മാൻഹോളിൽ നമുക്കറിയാം 2015 14 അവസാനമോ മറ്റോ ആണ്, ഞാൻ കൃത്യമായിട്ട് വർഷം ഓർക്കുന്നില്ല. എന്തായാലും 2016 തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, തൊട്ട് മുമ്പാണ്. അപ്പോൾ നൗഷാദ് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അവിടെ ഇറങ്ങുന്നു. 2 അന്യസംസ്ഥാന തൊഴിലാളികൾ മാൻഹോളിനകത്ത് പെട്ടുപോയി, അപകടത്തിൽപ്പെട്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി. ആ തൊഴിലാളികളും ഈ ഇറങ്ങിയ ആളും മരിച്ചു, വിഷവാതകം ശ്വസിച്ച് മരിച്ചു. അപ്പോൾ ഇവിടെ വലിയ വാർത്തയായി. ശരിയാണ്, അതൊരു ദുരന്തമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്നു, നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. അന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഒരു മുസ്ലിമായിട്ട് ജനിക്കാൻ കൊതിയാകുന്നു, ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അത് പറഞ്ഞതിനെ വലിയ രീതിയിൽ അദ്ദേഹത്തെ ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാവരും ചേർന്ന് വേട്ടയാടി. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം ഈ നൗഷാദ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ ആത്മത്യാഗം, അങ്ങനെ തന്നെ പറയണം. സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് വീട്ടിൽ ഭാര്യയും അമ്മയും കുടുംബമൊക്കെ ഉണ്ടെന്നുള്ളത് മറന്ന് 2 ജീവനുകൾ രക്ഷിക്കാൻ അതിനകത്തേക്ക് ചാടി ഇറങ്ങിയത് ഒരു നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അതൊരു വലിയ ത്യാഗം തന്നെയാണ്. അത് അസാമാന്യ ധൈര്യം തന്നെയാണ്. ആ സാഹസം കാണിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് അഭിനന്ദിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇതുപോലെ മറ്റു പല ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും നടത്തി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോലുമില്ല. അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കാത്ത ഒരു സർക്കാർ, അത് പ്രഖ്യാപനമൊക്കെ ഉണ്ടായി, പക്ഷെ കൊടുത്തിട്ടില്ല. മാത്രമല്ല അത്രയും വലിയ നഷ്ടപരിഹാരങ്ങളൊന്നും അല്ല പ്രഖ്യാപിച്ചത്, സാധാരണ നിലയ്ക്കുള്ള. പക്ഷെ ഇവിടെ ഈ നൗഷാദിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ നൗഷാദിൻ്റെ കുടുംബത്തിന് ധനസഹായം, വലിയൊരു ധനസഹായം, ഭാര്യയ്ക്ക് ജോലി, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ടോ, സത്യം ഞാൻ പറയാം. ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ ചില അഭ്യാസങ്ങളാണ്, അവരുടെ മെയ്വഴക്കമാണ്. അതെ അതെ അതെ. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളെ ചോദ്യം ചെയ്താണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണുന്നു, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങിയത് ആ സന്ദർഭത്തിലാണ്. അതായത് 5ാം മന്ത്രി വിവാദം വന്നതിന് ശേഷമാണ്. അപ്പോൾ തൊട്ട് NSSും SNDPയും ഹിന്ദു സംഘടനകളെല്ലാം തന്നെ, ഈ പറഞ്ഞ സമുദായ സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അതായത് അവർക്ക് മനസ്സിലായി ഇനിയും മിണ്ടാതിരുന്നാൽ അപകടമാണ്. അതിനും ഏതാണ്ട് 10-12 വർഷം മുമ്പ് മാറാട് 8 പേര് കൊല്ലപ്പെട്ടപ്പോൾ അന്നൊന്നും ഉണ്ടാകാത്ത വികാരം, ഈ 8 പേർ കുറഞ്ഞ പക്ഷം ഇവർ ഹിന്ദുക്കളാണ്, ഇവരോട് അനീതി ചെയ്തിരിക്കുന്നു, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം, അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് ഇന്നും സമരം ചെയ്യുന്നത് ആരാണ്? ഇന്നും സമരം ചെയ്യുന്നത് സംഘപരിവാർ സംഘടനകൾ മാത്രമാണ്. ഈ പറഞ്ഞ ഹിന്ദു ഐക്യമുണ്ടെങ്കിൽ SNDPയും NSSും ഒക്കെ ആ കാര്യത്തിൽ
ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം എത്ര മാറാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, എത്ര പിന്തുണച്ചു? ഇപ്പോഴും ഈ ഗൂഢാലോചന നോക്കൂ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. വലിയ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് അത് കോടതിയിൽ നിന്ന് ഉത്തരവായത്. അന്ന് ഗൂഢാലോചന ഭാഗികമായി അന്വേഷിക്കാം എന്ന് തത്വത്തിൽ സമ്മതിച്ച ആൻ്റണി സർക്കാരും ആ ആൻ്റണി സർക്കാരിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗും പിന്നീട് അതിൽ നിന്ന് പിന്നാക്കം പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ആ മാറാട് CBI അന്വേഷണം എങ്ങനെ അട്ടിമറിക്കാമെന്നുള്ളതിൽ അവർ കൈക്കൊണ്ട നിലപാടുകളും നടപടികളും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അതേ ആന്റണിയാണ് ലീഗ് അന്ന് 2004 വലിച്ചു താഴെയിട്ടിട്ട് ഓടിച്ചത് ഇവിടുന്ന്, അത് ന്യൂനപക്ഷ പരാമർശത്തിന്റെ പേരിൽ. അതെ, അവർ ഇതടക്കമുള്ള ഈ മാറാട് കേസിലെ CBI അന്വേഷണം ഇല്ലാണ്ട് വെക്കണം എന്ന് അടക്കമുള്ള ചില ആവശ്യങ്ങൾ സമ്മർദ്ദമായി അന്നത്തെ മുഖ്യമന്ത്രി ആന്റണിയുടെ മേളിൽ ചെന്നപ്പോഴാണ് ആന്റണിക്ക് പറയേണ്ടി വന്നു. അദ്ദേഹം അവസാനം ഇവിടുന്ന് കെട്ടും കെട്ടി ഡൽഹിക്ക് ഓടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പിന്നെ നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞത്, ഞാൻ LDF സർക്കാർ തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇതേ LDF സർക്കാർ, ഇതേ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഒക്കെ മത്സരിക്കുകയായിരുന്നില്ലേ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനത്തിന്? ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശന് അറിയില്ലായിരുന്നു. ഈ യുവതീ പ്രവേശനത്തിനെ ഞാൻ എതിർക്കുന്നു. അദ്ദേഹമാണല്ലോ ഈ നവോത്ഥാന സമിതിയുടെ നായകനായിട്ട് നിന്നത്. നവോത്ഥാനം കൊണ്ടുവന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണോ? നവോത്ഥാനം ഹിന്ദു സമൂഹത്തിനകത്തല്ലാതെ, ഹൈന്ദവരുടെ ഇടയ്ക്കല്ലാതെ കേരളത്തിൽ വേറെ എവിടെയാണ് നവോത്ഥാനം നടന്നത്? ക്രൈസ്തവർ, മുഹമ്മദീയർ, ഇവരുടെയൊക്കെ ഇടയ്ക്ക് എന്ത് നവോത്ഥാനമാണ് നടന്നത്? നോക്കൂ, ഇപ്പോഴും പെൺകുട്ടികൾക്ക് പരസ്യമായിട്ടൊരു സ്റ്റേജിൽ വന്ന് പഠിച്ച് പരീക്ഷ വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അനുവാദം കൊടുക്കരുത് എന്ന് പറയുന്ന മതസംഘടനയുടെ ഒരു നിയന്ത്രണം നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. അതെ, ആ താലിബാനിസം നിലനിൽക്കുന്ന കാലത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ കാര്യമൊന്നും, അത് പിണറായി വിജയൻ പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും, നവോത്ഥാനം ഹിന്ദു സമാജത്തിനുള്ളിൽ മാത്രം നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹിന്ദു സമാജത്തിന് പുരോഗതി ഉണ്ടായി, വളർച്ചയുണ്ടായി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഈ നവോത്ഥാനത്തിൻ്റെ നായകനായി പ്രതിഷ്ഠിക്കപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ യുവതീ പ്രവേശനത്തിൽ അദ്ദേഹത്തിന് ശക്തമായ നിലപാടെടുത്തുകൂടായിരുന്നു? ഇനി അങ്ങനെ അന്യായമായിട്ട് ബലം പ്രയോഗിച്ച് യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചപ്പോഴെങ്കിലും ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിയോ അതിൽ നിന്ന്, ആ സ്ഥാനത്ത് നിന്ന്? ഇനി അയ്യപ്പ മഹാസംഗമം നടത്തി, ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നു. ഈ സ്വർണ്ണക്കൊള്ള ആരുടെ കാലത്താണ് നടന്നത്? ആ സർക്കാർ തന്നെ തിരിച്ചു വരണമെന്നല്ലേ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിച്ചത്? അപ്പോൾ അദ്ദേഹത്തിന് അതെല്ലാം ആഗ്രഹിച്ച് സംഗതി കൈവിട്ടുപോയി. ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഇത്തരത്തിലൊരു മുഖപ്രസംഗം എഴുതുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? വെള്ളം മുഴുവനും ഒഴുകിപ്പോയി. ഇനി അണ കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇനി ഒരു BJP പക്ഷത്തേക്കൊന്ന് അല്ല, അത് BJP പക്ഷത്തൊന്നും ചേരും. ഞാൻ പറഞ്ഞത് BJP പക്ഷത്തെ, SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് രാഷ്ട്രീയം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് പിണറായി സർക്കാർ തിരിച്ചു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഒരാൾക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരന്തരം പുകഴ്ത്തുന്നത്? അതെ, ആ ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വെള്ളാപ്പള്ളി നടേശനിൽ ഒരുപാട് നന്മകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പല അപ്രിയ സത്യങ്ങളും വിളിച്ചു പറയുന്ന ആളാണ്, അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നയാളാണ്. പക്ഷേ മറുവശത്ത് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ഒരു ഹിന്ദു വിരുദ്ധമായ നിലപാടുകളെടുത്ത ഒരു സർക്കാരല്ലേ പിണറായി വിജയൻ സർക്കാർ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ സമ്പത്ത് എങ്ങോട്ട് പോയി? അത് കൊള്ളയടിക്കപ്പെട്ടിട്ട് അതിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിച്ച് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലും തയ്യാറാകാത്തൊരു സർക്കാർ ഹിന്ദുവിരുദ്ധ സർക്കാരല്ലേ? ഹിന്ദുക്കളോട് മാത്രം എന്തിനീ അനീതി കാണിക്കുന്നു? ഇത് ചോദിക്കുമ്പോൾ നമ്മൾ വലിയ കുഴപ്പക്കാരായി മാറുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശനും കുറേയൊക്കെ ചോദിക്കും.
പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ മടങ്ങി വരണം എന്നാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള തുടരണം എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ കൊള്ള അതിന് വെളിച്ചം കാണരുത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചു. മുസ്ലിം ലീഗ്, ഞാൻ ചോദിക്കട്ടെ, പേരിൽ പോലും ഒരു വർഗീയതയുള്ള, മുസ്ലിം ലീഗ് നൽകിയ സംഭാവനകളും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും ഒന്നും മറന്നുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്, പേരിൽ പോലും വർഗീയതയുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അത്തരം ആക്ഷേപം ഇവിടെ വളരെ ശക്തമാണ്. ആ മുസ്ലിം ലീഗിനെ ഈ പറഞ്ഞതുപോലെ മാറാട് കലാപം തൊട്ടിങ്ങോട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് ഒരുപാട് ദുരൂഹതകൾ അതിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. 5-ാം മന്ത്രി വിവാദം പോലെയുള്ള വിഷയങ്ങൾ, പിന്നാലെ ഈ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ മതമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞങ്ങൾ നഷ്ടപ്പെട്ട 9 വർഷത്തെ നഷ്ടം ഞങ്ങൾക്ക് നികത്തണം സമുദായത്തിന് വേണ്ടി. നോക്കൂ, ഇത് ഈ സമുദായത്തിന് വേണ്ടി എന്ന് പറയുന്നതിനേക്കാളും UDF പ്രവർത്തകർക്ക് വേണ്ടി, ലീഗിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ നികത്തുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷേ മതമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ആ മതത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു, അതെല്ലാം തിരിച്ചു പിടിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ഇവിടുത്തെ വിഷയം. അതിനെ വെള്ളാപ്പള്ളി എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നത് ശരിയാണ്. അത്തരത്തിൽ അപ്പുറത്തെ മതം പറയുമ്പോൾ ഇപ്പുറത്ത് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നാളെ അങ്ങനെ ഒരു രീതിയിൽ ഒരു വർത്തമാനം ഇപ്പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പുറത്തൊന്നും എതിർപ്പ് വരില്ലേ? സ്വാഭാവികമാണ്. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന മതവർഗീയ ശക്തികളുടെ ഇത് പിന്നെ എല്ലാവരും പറയുന്നത് BJP വർഗീയ പാർട്ടി, BJP, അന്ന് ഈ BJPക്കും സംഘപരിവാരനും തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു. ഈ മാറാട് കലാപം നടക്കുമ്പോൾ ഈ പറഞ്ഞ സംഘപരിവാരത്തിനും BJPക്കും ഒക്കെ തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു. ഇവരെല്ലാം അവരോടൊപ്പം നിന്നൊരു സമരം ചെയ്യാൻ പോലും തയ്യാറായില്ല. നോക്കൂ, അന്ന് ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്നയാൾ ശ്രീരാമദാസ മിഷൻ്റെ സ്ഥാപക ആചാര്യനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയാണ്, അല്ലേ? അദ്ദേഹമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് രംഗത്ത് വന്നത്. അന്ന് പിന്നീട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കുമ്മനം രാജശേഖരനാണ് അന്ന് ഏറ്റവും വലിയ സമാധാനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പരിശ്രമം നടത്തിയ ആൾ. അന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മാറാട് കലാപം ഇതിന് തക്ക തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ വിഭാഗം, ഈ ഹിന്ദു വിഭാഗം രംഗത്ത് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കേരളം നിന്ന് കത്തും, അല്ലേ? നമുക്കൊട്ടും പരിചിതമല്ലാത്ത, നമ്മളൊരു 100 വർഷം മുമ്പ് നടന്ന, അല്ലെങ്കിൽ അന്നത് 82 വർഷം മറ്റോ ആയിട്ടുള്ളൂ മലബാർ കലാപം നടന്നിട്ട്, 2000 മാറാട് കലാപം നടക്കുന്ന കാലത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ മറന്ന് നമ്മൾ പുറത്ത് മുന്നോട്ട് പോവുകയാണ്. ഹിന്ദു സമൂഹം മറക്കാനും പൊറുക്കാനും തയ്യാറായവരാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നവർ ഇതിനെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് സമാജം അങ്ങ് തയ്യാറായി വന്ന ഒരു നേതാവിനും തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ അന്ന് കുമ്മനം രാജശേഖരനെ പോലെയുള്ളവർ വളരെ പക്വതയോടുകൂടി ഈ പ്രകോപനപരമായ ഒരു നീക്കങ്ങളും ഒരു ശബ്ദം പോലും ഉണ്ടാകാതെ അങ്ങേയറ്റം നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോയി. ഇപ്പോഴും അതെ, അവർ നിയമ പോരാട്ടമല്ലാതെ മറ്റെന്താണ് നടത്തിയിട്ടുള്ളത്? മാറാട് കലാപത്തിൻ്റെ ബാക്കി പത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നിയമ പോരാട്ടമല്ലാതെ മറ്റെന്ത് വിധ്വംസക പ്രവർത്തനം അതിനകത്ത് നടന്നിട്ടുണ്ട്? മറ്റെന്ത് പിന്നെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന, ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു നീക്കം ഈ ഹിന്ദു സമാജത്തിൽ നിന്നോ സംഘപരിവാരത്തിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും സംഘപരിവാരത്തെയാണ് വർഗീയ ശക്തിയാക്കുന്നത്, സംഘപരിവാരത്തെയാണ് തീവ്രവാദികളാക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ നരേറ്റീവുകൾക്ക് പുറകെ പോയി ഈ പറയുന്നത് പോലെ സമയം നഷ്ടപ്പെടുത്തുകയല്ലേ ഇവരൊക്കെ ചെയ്തത്? ഇവർക്ക് എന്നേ ഒരു വോട്ട് ബാങ്കായിട്ട് വളരെ ശക്തമായി ഇപ്പോഴും നോക്കൂ, SNDP യോഗം ജനറൽ സെക്രട്ടറി ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ സ്ഥാപിക്കപ്പെട്ടൊരു പാർട്ടിയുണ്ട് BDJS. അവർക്കിപ്പോഴും ആ SNDP യോഗത്തിൻ്റെയെങ്കിലും, അതായത് SNDP യോഗവും KPMSഉം ഒക്കെ ചേർന്ന്, നായർ സംഘടനകളും ഒക്കെ ചേർന്ന് രൂപീകരിച്ചൊരു പാർട്ടിയാണത്. ആ പാർട്ടിക്ക്
ഇപ്പോഴും ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ സാധിച്ചോ? ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ഒരു വോട്ട് ബാങ്ക്. ശരിയാണ്, നമ്മൾ മറ്റുള്ളവരുടെ ഒന്നും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും നമ്മൾ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടേണ്ടത് നിർബന്ധമായും കിട്ടണം. അത് പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതായി മാറാൻ ഒരു 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 എന്താ പറയുക, വിലപേശൽ ശക്തിയാകാൻ BDJSന് പറ്റിയോ? മുസ്ലിം ലീഗിന് പറ്റി, കേരള കോൺഗ്രസ്സിന് പറ്റി, അങ്ങനെ പലർക്കും അത് അവർക്ക് സാധിക്കും. വിലപേശൽ ശക്തിയാണവർ. പക്ഷേ BDJSന് അത് സാധിച്ചോ? വെള്ളാപ്പള്ളി നടേശൻ അനുഗ്രഹിച്ചു തുടങ്ങിയ പാർട്ടിയല്ലേ? എന്നിട്ട് എന്തായി? അപ്പോൾ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ യോഗനാഥത്തിൽ മുഖപ്രസംഗം എഴുതിയത് കൊണ്ടോ ലീഗിനെ കണക്കറ്റ് വിമർശിച്ചത് കൊണ്ടോ വല്ല പ്രയോജനവുമുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ. മറിച്ച് ഇനിയും വൈകിയിട്ടില്ല. ശക്തമായ ഒരു ഹിന്ദു സമാജത്തെ ഈ ജാതീയത അതിൻ്റെ മോശപ്പെട്ട അർത്ഥതലങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ജാതി ഒരു യാഥാർത്ഥ്യമാണ്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ നിഷേധിക്കാതെ പരസ്പര സഹകരണത്തോടുകൂടി പരസ്പരം ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന വിവിധ ജാതികൾ, അത് ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ ആൽവൃക്ഷത്തിൻ്റെ ശാഖകളാണ് നമ്മളെല്ലാവരും എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ശക്തമായ ഹിന്ദു സമാജം, ഒരു ശക്തമായ ഹിന്ദു വോട്ട് ബാങ്ക് അതുണ്ടാക്കി വെച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശുകയല്ലേ ചെയ്യേണ്ടത്? സമയമുണ്ട്. അതെ, അതിന് പകരം വീണ്ടും ഇതുപോലെ ഈ എന്താ പറയുക, മുഖപ്രസംഗം എഴുതിയും ലീഗിനെതിരെ വിമർശനങ്ങൾ നടത്തിയും ലീഗിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, ലീഗിനെ വിമർശിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതൊന്നും ആരും തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് SNDP യോഗവും NSSും KPMSും വിശ്വകർമ്മ സഭകളും നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള അസംഖ്യം ജാതി സംഘടനകൾ ചേർന്ന് ചെയ്യേണ്ടത് ഒരു ശക്തമായ ഹിന്ദു വോട്ട് ബാങ്ക്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങൾക്കും ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. ഞങ്ങളുടെ കുട്ടികൾ നാളെ ഈ മണ്ണ് വിട്ട് ഓടേണ്ട അവസ്ഥ വരരുത്. അവർക്ക് സ്വൈരമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ, അന്തസ്സായിട്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ കഴിയണം. അതിനുള്ള സാഹചര്യം ഒരുക്കാൻ ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സകലമാന ഹിന്ദു ജാതി സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളും ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.